കർണാടകയിൽ ഹിജാബ് നിരോധനം നീക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ക്ലാസ് മുറികളിൽ ഹിജാബ് ധരിക്കുന്നത് വിലക്കിയുള്ള ഉത്തരവ് പിൻവലിക്കും. ഭക്ഷണവും വസ്ത്രവും തീരുമാനിക്കേണ്ടത് വ്യക്തികളെന്നും കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഈ ഹിജാബ് നിരോധനം അത് പിന്നീട് വലിയ വിവാദമാകുന്ന സാഹചര്യം, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം, കോടതികളിലേക്ക് പോയി വലിയ നിയമ പോരാട്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് സർക്കാർ ആ നിരോധനം നീക്കും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സിദ്ധരാമയ്യ പറയുന്നത് എന്താണ് അച്യുതൻ? റീജിത്ത്, തീർച്ചയായിട്ടും ഈ കർണാടക സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയമായത് ഈ ഒരു വിഷയത്തോടു കൂടിയാണ്. കാരണം ഈ 2022 ഫെബ്രുവരിയിലാണ് ഹിജാബ് നിരോധനം BJP സർക്കാർ ഏർപ്പെടുത്തുന്നത്. സ്കൂളുകളിലും പ്രീ യൂണിവേഴ്സിറ്റികളിലുമായിരുന്നു നിരോധനം കൊണ്ടുവന്നത്. തുടർന്ന് വലിയ അതൊരു സംസ്ഥാനത്ത് പ്രക്ഷോഭത്തിനിടയാക്കി. തുടർന്ന് ഈ സിദ്ധരാമയ്യ സർക്കാർ ഈ അധികാരത്തിൽ വരുന്നത് തന്നെ അവരുടെ പ്രകടന പത്രികയിൽ, കോൺഗ്രസ് അന്നിറക്കിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിറക്കിയ പ്രകടന പത്രികയിൽ വരെ ഹിജാബ് നിരോധനം ആ ഉത്തരവ് പിൻവലിക്കുമെന്നടക്കമുള്ളത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വേളയിൽ പോലും അത് പലയിടങ്ങളിൽ ആവർത്തിച്ചു. എന്നാൽ അതിപ്പോൾ കോൺഗ്രസ് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. സിദ്ധരാമയ്യ ഈ ഹിജാബ് നിരോധനം പിൻവലിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരു ആളുകളുടെ വസ്ത്രം, ഭക്ഷണം എന്നിവയൊന്നും അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, അതിലേക്ക് കൈകടത്തുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ മറിച്ച് മറ്റൊരു കാര്യം എന്നുള്ളത്, വിഷയം ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒന്നാണ്. അന്ന് ഈ കേസ് പരിഗണിച്ച ബെഞ്ച് വിഭിന്ന വിധി പുറപ്പെടുവിക്കുകയും തുടർന്ന് വിശാല ബെഞ്ചിലേക്ക് ഹിജാബ് കേസ് കൈമാറുകയുമാണ് ചെയ്തത്. എന്തായാലും കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ സുപ്രധാന നീക്കവുമായി കർണാടക സർക്കാർ ഒരുങ്ങുന്നത്. വരുന്ന 2024 തെരഞ്ഞെടുപ്പ് അടക്കം ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കം തന്നെയാണ് കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. റിജിത്ത്, ശരി. കർണാടകയിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള ഹിജാബ് നിരോധനം നീക്കും എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ, BJP സർക്കാരിൻ്റെ കാലത്തെ തീരുമാനം, അത് ആ ഉത്തരവ് റദ്ദാക്കും എന്ന് വ്യക്തമാക്കുന്നു പുതിയ കോൺഗ്രസ് സർക്കാർ.